ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെഡിറ്റേഷനെ കുറിച്ചാണ്. എന്താണ് മെഡിറ്റേഷൻ? എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? ദിവസവും മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്നാൽ പരചിന്ത കൂടാതെ ഏകാഗ്രമായിട്ട് ഒരേ വിഷയത്തിൽ ശ്രദ്ധയർപ്പിച്ച് നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ഇനി മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നട്ടില് നിവർത്തി വേണം ഇരിക്കാനായിട്ട്. അത് നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇനി പതിവായിട്ട് ഒരേ സമയവും ഒരേ സ്ഥലവുമായിരിക്കണം ധ്യാനത്തിന് തിരഞ്ഞെടുക്കുവാനായിട്ട്. വലിയ കഷ്ടപ്പാടോ ആയാസമോ ഒന്നുമില്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ധ്യാനം. സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവുകയും ആത്മീയമായ ഊർജം നമ്മിൽ പ്രകാശിക്കുകയും ചെയ്യും. നമ്മുടെ ബുദ്ധിയിലൂടെയോ ചിന്തയിലൂടെയോ നേടാൻ പറ്റുന്ന ഒന്നല്ല ധ്യാനം. അത് സ്ഥിരമായി ചെയ്ത് അനുഭവിച്ചറിയുക തന്നെ വേണം. പതിവായിട്ട് മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തതയും സമാധാനവും ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. അതുപോലെ നല്ല ഉറക്കം കിട്ടാനും ശ്വസന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സഹായിക്കും. മെഡിറ്റേഷൻ എല്ലാ ദിവസവും പതിവായി ചെയ്യുന്നത് വഴി ധ്യാനം ഉറയ്ക്കുകയും മനസ്സ് നിർമ്മലമാവുകയും എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇളകാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായി തീരും. അതുപോലെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെ നമുക്ക് നിമിഷ നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന സുഖം അല്ലെങ്കിൽ സന്തോഷം അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. അതുപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫോക്കസ് കൂട്ടാനും മെമ്മറി പവർ കൂട്ടാനും ഒക്കെ നല്ലതാണ്. നമ്മൾ മെഡിറ്റേഷൻ ഇരുന്ന് കഴിയുമ്പോൾ യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി നമ്മളിൽ നിറയാനായിട്ട് തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറാനും ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറി പരിപൂർണ ആരോഗ്യം നമുക്ക് ലഭിക്കാനും തുടങ്ങും. ഇനി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ ചാർജ് ചെയ്യാതെ പുറത്ത് പോവാറില്ല അല്ലേ? അതുപോലെ അതായത് അത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. അതുപോലെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഫുൾ ചാർജിൽ പോവുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരും. അപ്പോൾ നമ്മുടെ ഓറ ബ്രൈറ്റ് ആക്കാനും നമുക്ക് പോസിറ്റീവായിരിക്കാനും ഒക്കെ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഇനി മെഡിറ്റേഷൻ ചെയ്യാത്തവരുടെ ഓറ വീക്കായിരിക്കും. അപ്പോൾ സ്ട്രോങ് ഓറയിൽ നിന്നും വീക്ക് ഓറയുള്ളവർ അത് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ അവർ സക്ക് ചെയ്തെടുത്താലും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമായിട്ട് നിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാന്ന് നമുക്ക് നോക്കാം. സുഖകരമായിട്ടുള്ള അവസ്ഥയിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക. കസേരയിലോ സോഫയിലോ ഇരിക്കാം. ഇനി നിലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ യോഗ മാറ്റോ ഇട്ട് ചമ്രം മണഞ്ഞിരിക്കുക. വളരെ റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ അടച്ച് കൈകൾ അതാതു കാലുകളുടെ മുട്ടിൽ മലർത്തി വെക്കുക. തള്ളവിരലിൻ്റെ മധ്യവും ചൂണ്ടുവിരലിൻ്റെ അഗ്രവും ചേർത്ത് പിടിക്കുക. ഇതിനെ ചിന്മുദ്ര എന്ന് പറയും. അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് പല ചിന്തകളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ചായി യൂണിവേഴ്സുമായുള്ള ആ ഒരു കണക്ഷനിലേക്ക് വരും. ഈ ഒരു സിമ്പിൾ മെഡിറ്റേഷനാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ചെയ്യുകയാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ടും ചെയ്യുക. അതുപോലെ നിങ്ങൾക്കിനി ഗൈഡഡ് മെഡിറ്റേഷനോ സിമ്പിൾ മെഡിറ്റേഷനോ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.